സുഹൃത്തുക്കളെ നമസ്കാരം. വളരെ സന്തോഷത്തോടെ കേട്ടോ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനടക്കം നിങ്ങളെല്ലാവരും വലിയ സന്തോഷത്തിലാണ്. കാരണം അബ്ദുറഹീം എന്ന് പറയുന്ന ആ മനുഷ്യനെ 18 വർഷമായിട്ട് സൗദി ജയിലിൽ കഴിയുന്ന ആ മനുഷ്യനെ തൂക്കുകയറിൽ നിന്ന് രക്ഷപ്പെടുത്തി ഒരു ജീവൻ തന്റെ ഉമ്മാക്ക് തിരിച്ചു കൊടുത്ത സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും. 34 കോടി എന്ന് പറയുന്ന ആ വലിയ ഒരു തുക വെറും 34 രൂപ പിരിച്ചെടുക്കുന്ന സമയം കൊണ്ട് കേരളത്തിന്റെ മലയാളികൾ കൂടി തന്നെയാണ് നമ്മൾ പിരിച്ചു കൊടുത്തു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പറയാനുള്ളത് ബോച്ചെ എന്ന് പറയുന്ന ആ മനുഷ്യൻ, ആ വലിയ മനുഷ്യൻ, അദ്ദേഹം ഇതിന് മുന്നിട്ടിറങ്ങിയപ്പോ ഒരുപക്ഷെ അദ്ദേഹം പോലും വിചാരിച്ചു കാണില്ല ഇത്രയും പെട്ടെന്ന് ഈ 34 കോടി രൂപ പിരിച്ചെടുക്കുമെന്നും റഹീമിന്റെ മോചനം വളരെ എളുപ്പമായി സാധിക്കുമെന്നും വിചാരിച്ചു കാണില്ല. ആദ്യമായിട്ട് ബോച്ചെ എന്ന് പറയുന്ന ആ നന്മയുള്ള മനുഷ്യന്, അദ്ദേഹത്തിന് നന്മകൾ നമുക്ക് ഒരുപാട് കണ്ടിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ അദ്ദേഹം ചെയ്യുന്ന ഒരുപാട് നന്മകളും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും നമുക്കറിയാം. അപ്പൊ അദ്ദേഹത്തിന് ആദ്യമായിട്ടൊരു ബിഗ് സല്യൂട്ട് തന്നെ ഞാൻ നൽകുകയാണ്. അതുപോലെ തന്നെ കേരളത്തിന്റെ വകയും ഒരു ബിഗ് സല്യൂട്ട് ഞാൻ പ്രത്യേകിച്ച് നൽകേണ്ട ആവശ്യമില്ല, ഓൾറെഡി എല്ലാവരും നൽകിയത് മനസ്സുകൊണ്ടും നൽകി കഴിഞ്ഞതാണ്. പക്ഷേ എങ്കിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനം കാണുമ്പോൾ കേരളം നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നത് വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പ്രളയത്തെ നേരിട്ടവരാണ്. അല്ലെ, ഒരു മഹാമാരി പ്രളയത്തെ നേരിട്ടു, അതിലും വലിയൊരു മഹാമാരി കൊറോണയെ നമ്മൾ നേരിട്ടു. ഇതൊക്കെ നമ്മൾ ഒരുമിച്ച് നേരിട്ടതാണ്. അപ്പൊ എനിക്ക് പറയുവാനുള്ളത്, നമ്മൾ ഒരിക്കലും മലയാളികൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, എന്തെങ്കിലും ഒരു വലിയ വലിയ ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കും എന്നുള്ള ഏറ്റവും വലിയ സൂചനയാണ്. കഴിഞ്ഞ കാലവും നമ്മൾ അങ്ങനെയാണ്, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതും അങ്ങനെയാണ്. ഒരുപക്ഷെ ഇനി വരാൻ പോകുന്നതും അങ്ങനെ തന്നെ, ഒരു സംശയമില്ല. പക്ഷെ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ആർക്കും വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഒന്നിച്ചു നിന്ന് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മൾ മലയാളി ഒരുമിച്ച് നിൽക്കും എന്നുള്ള ഒരു സൂചന കൂടിയാണ് ബോച്ചെ എന്ന് പറയുന്ന മനുഷ്യനിലൂടെ ആ മനസ്കഥ ഒരിക്കലും നമ്മൾ കാണാതെ പോകരുത്. കാരണം അദ്ദേഹം ഒരു ലക്ഷറി ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് പക്ഷേ ഇതൊക്കെ അറിഞ്ഞിട്ട് മുണ്ടാണ്ട് വീട്ടിൽ തന്നെ കുത്തിരിക്കാവുന്ന ഒരു അവസ്ഥയുള്ളൂ. പക്ഷെ അദ്ദേഹം ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങി അദ്ദേഹം കൊടുത്ത് മാത്രം ശീലമുള്ള ഒരു മനുഷ്യൻ, നമുക്കറിയാം. ആരോടും കൈനീട്ടുന്ന മനുഷ്യനല്ലല്ലോ, കാരണം കോടികൾ ആസ്തിയുള്ള മനുഷ്യൻ. അപ്പൊ അദ്ദേഹത്തിന് എല്ലാവർക്കും തന്റെ കഴിവിന്റെ പരമാവധി അദ്ദേഹം ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന ആളാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് എന്തൊക്കെ കഴിയുന്നുണ്ടോ അതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വീഡിയോകളൊക്കെ നമ്മൾ മിക്കവാറും കാണുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം കൊടുത്ത് ശീലമുള്ള അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ അദ്ദേഹം പറയുന്നുണ്ട്. കാരണം ഞാൻ എല്ലാവർക്കും കൊടുത്ത് പരിചയമാണ്, പക്ഷെ നിങ്ങളുടെ മുന്നിൽ ഞാൻ യാചിക്കുകയാണ്, തെണ്ടുകയാണ്. പക്ഷെ തെണ്ടുന്നത് അദ്ദേഹത്തിന് വേണ്ടിയല്ല, അദ്ദേഹം കാണാത്ത, അദ്ദേഹം അറിയാത്ത, എവിടെയാണെന്ന് പോലും അറിയാത്ത, അദ്ദേഹത്തിന്റെ വീട് പോലും അറിയാത്ത ഒരു ആൾക്ക് വേണ്ടി അദ്ദേഹം മുന്നിട്ടിറങ്ങിയപ്പോൾ അത് വൻ വിജയമാവുകയും ആ അബ്ദുറഹീം എന്ന് പറയുന്ന 18 വർഷമായിട്ട് സൗദി ജയിലിൽ കഴിയുന്ന, അവിടുത്തെ നിയമം അങ്ങനെയാണ്, നമുക്ക് ആ നിയമത്തെ ഒന്നും പറയാനോ അതില്ലെങ്കിൽ അതിനെ തരം താഴ്ത്താനൊന്നും നമ്മൾ ആളുകളല്ല. പക്ഷെ അതിൽ നിന്ന് ഒരിക്കലും ആ കടമ്പ കടക്കാൻ സാധിക്കില്ല, അതിൽ അദ്ദേഹത്തിന് തൂക്കുകയർ ലഭിക്കും എന്ന് വിചാരിച്ചിടത്ത് നിന്ന് 34 കോടി എന്ന് പറയുന്ന ആ വലിയ തുക സമാഹരിച്ചുകൊണ്ട്, വെറും കുറച്ചു ദിവസം കൊണ്ട് സമാഹരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മോചനം വളരെ എളുപ്പത്തിൽ സാധിച്ചു കൊടുത്തു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. വീണ്ടും പറയുകയാണ്, നമ്മൾ ഇനിയും മലയാളികൾ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ഒരുമിച്ച് നിൽക്കും എന്ന് അദ്ദേഹം വലിയൊരു ഹീറോ ആയി മാറിയിരിക്കുകയാണ്. അദ്ദേഹം ഓൾറെഡി ഒരു ഹീറോ ആണ്. പക്ഷെ എങ്കിലും ഇതുപോലെയുള്ള നന്മകൾ ചെയ്യുന്നവരാണ് നമ്മൾ എന്താക്കേണ്ടത്, കൂടുതൽ കൂടുതൽ സ്നേഹിക്കേണ്ടതും അവരെ നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടത്. കാരണം അവർക്കൊരു പക്ഷേ വീട്ടിലിരുന്നാൽ മതി, കോടികളോ അല്ലെങ്കിൽ ലക്ഷങ്ങൾ വരുമാനമുള്ള അവർക്ക് വീട്ടിലിരുന്നിട്ട് ആഡംബര ജീവിതം നയിക്കാൻ കഴിയുന്ന ഇതുപോലെയുള്ള മനുഷ്യര് ഈ എവിടെ കിടക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് മലയാളിയാണ് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട്, നമ്മുടെ കേരളീയനാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട്, അദ്ദേഹത്തിന്റെ ഉമ്മയുടെ കണ്ണുനീര് കണ്ടുകൊണ്ട്, അല്ലെ, ഉമ്മ എന്ന് പറയുന്ന, മാതാവ് എന്ന് പറയുന്ന ആ മാതാവിന്റെ വില അദ്ദേഹം മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ്. അദ്ദേഹത്തിന് മുന്നിൽ ജീവിച്ചിരിക്കുന്ന മാതാവുണ്ടല്ലോ, അപ്പൊ അദ്ദേഹത്തിന് അറിയാം മാതാവിന്റെ വില എന്താണ്, മക്കളുടെ വില എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പൊ ആ ഒരു പരിഗണന കൊടുത്തുകൊണ്ട് അദ്ദേഹം ഇതിന് മുന്നിട്ടിറങ്ങിയപ്പോ വളരെ അഭിമാനം തോന്നുകയാണ്. മലയാളി എന്ന നിലയ്ക്കും കേരളീയൻ എന്ന നിലയ്ക്കും വളരെ അഭിമാനം തോന്നി. ഞാനൊരു പ്രവാസിയാണ്. ഇപ്പൊ പ്രവാസികൾക്ക് ബുദ്ധിമുട്ടുമ്പോൾ നാട്ടിലുള്ള നമ്മുടെ മലയാളികളുടെ സഹോദരങ്ങൾ
അതിനുവേണ്ടി പുറപ്പെട്ടു എന്ന് പറയുമ്പോൾ ഓരോ മലയാളിക്കും ഓരോ പ്രവാസിക്കും ഇതിനൊക്കെ ആരൊക്കെ സഹായിച്ചിട്ടുണ്ട്, മലയാളികൾ, പക്ഷെ മലയാളി മാത്രമല്ല ഇന്ത്യയിലുള്ള മിക്ക ആളുകളും പക്ഷെ സഹായിച്ചിട്ടുണ്ടാവും. എന്നിരുന്നാലും ഇത് മലയാളികളോട് പ്രത്യേക നന്ദി ഞങ്ങൾ അറിയിക്കുന്ന, ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കാരണം മലയാളികൾ എന്നും എന്താണ് പൊളിയാണ്.